രണ്ടുപേരും എന്തിനാ ഇപ്പോഴും അവളെയും വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അത് അവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ആദർശ് ആ പണം സൂരജിനെ രക്ഷിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞു കൊടുത്തൊന്നും അല്ലല്ലോ. മീരയായിട്ടുള്ള ബന്ധം പിരിയാൻ വേണ്ടി ചെയ്തതല്ലേ? അതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. സൂരജിനെ കാണാതെ പോയതും അവനെ വിട്ടുകിട്ടാൻ പണം ആവശ്യപ്പെട്ടതൊന്നും സത്യമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഏത് കിഡ്നാപ്പറാ പണം തിരികെ കൊടുക്കുന്നത്? ഇതൊക്കെ ആദർശിന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള അവരുടെ വെറും തന്ത്രം മാത്രമാ. അല്ല, ആ കിഡ്നാപ്പർ വല്ല നാടകക്കാരനും ആയിരിക്കും. അബി വേണ്ട, അന്ന് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് നേരിട്ട് അറിയാം. ആ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞതുമാണ്. പിന്നെ പണം, ആ പണം തിരികെ തരാമെന്ന് അവർ പറഞ്ഞപ്പോ അത് എതിർത്തതും വാങ്ങാതിരുന്നതും ഞാൻ തന്നെ. ആദർശ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. മീരയ്ക്കും കുടുംബത്തിനും ഒരാപത്തും ആവശ്യവും വന്നപ്പോ അത് വെച്ച് വില പേശി സ്വന്തം കാര്യം നേടിയെടുക്കുകയല്ലേ ആദർശ് ചെയ്തത്. അതിനെ അങ്ങനെ ഒന്നും കാണണ്ട ആന്റി. മീരയും ഞാനും പിരിയണം വന്നത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. ഏത് സാഹചര്യത്തിലായാലും ഞാനത് തുറന്നു പറയുക തന്നെ ചെയ്യും. എന്തിനാ ആദർശ ഈ വാശി? നിനക്കൊന്നുകൂടെ ആലോചിച്ചൂടെ? അതെ മോനെ, ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ഞാൻ ആലോചിക്കാനില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ആദർശിന്റെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്താ ആന്റി? മീരയെ ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. നിങ്ങൾ പിരിയുന്ന അന്ന് ഈ വീട് വിട്ട് ഞാനും ഇറങ്ങും. ആന്റിക്ക് ഇതെന്താ? ഇത് ആദർശിന്റെ ജീവിതമാ. അതിൽ തീരുമാനം എടുക്കേണ്ടതേ അവൻ തന്നെയാ, അല്ലാതെ നമ്മളല്ല. ശരിയാണ്, ജീവിതം ആദർശിന്റേതാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരു പെൺകുട്ടിയെ കാരണമൊന്നുമില്ലാതെ ദ്രോഹിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. കാരണമില്ലെന്ന് ആന്റിയോട് ആര് പറഞ്ഞു? അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങള് പുറത്തു നിൽക്കുന്ന ആന്റിക്ക് എങ്ങനെ മനസ്സിലാവും? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല ആന്റി. അബി നിർത്ത്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറന്നോ? സുഭദ്രേച്ചിയോട് നിന്റെ അച്ഛൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആന്റിക്ക് ഒരു കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയുള്ളത്? അബി നിന്നോടാ പറഞ്ഞ നിർത്താൻ. വേണ്ട മാധവി, അവളെ തടയണ്ട. അബി പറഞ്ഞത് ശരിയാ. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എന്റെ കുടുംബം നിങ്ങളാ എനിക്കെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് കണ്ട് മിണ്ടാതെ നിൽക്കാൻ എനിക്കറിയില്ല. അരുതാത്തടുത്ത് ഞാൻ സംസാരിച്ചു പോകും. അറിവില്ലാതെ അഭി പറഞ്ഞൊന്നും ചേച്ചി കാര്യാക്കണ്ട. ഇവളുടെ നാവിന് ഒരു കൺട്രോളും ഇല്ലെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? ഇപ്പൊ അഭി പറഞ്ഞതൊന്നും അറിവില്ലാതെ അല്ല മാധവി. ഒരേ കാര്യം ആവർത്തിച്ചു പറയുമ്പോ പലതും തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഞാനാ. ആന്റി, ആദർശേ, ജീവിതം നിന്റെയാണ് മോനെ. നീ നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്ക. ഒരു കാര്യം ആന്റി പറയാം, മീര നല്ല കുട്ടിയാ. നിന്റെ ജീവിതത്തില് നിനക്ക് ഈശ്വരൻ തന്ന പുണ്യമാണ് അവള്. അത് നീ മറക്കണ്ട. കണ്ടോ, ചേച്ചിക്ക് നല്ല വിഷമമായെന്ന് തോന്നുന്നു. അബി നിന്റെ നാവ് നിയന്ത്രിച്ചോണം നീ, അല്ലെങ്കിലേ അത് നിനക്ക് ദോഷം ചെയ്യും. ഇനിയിപ്പോ എല്ലാ കുറ്റവും എന്റെ തലയിൽ വെച്ചോ? നീ എന്താ ആദർശം ഒന്നും മിണ്ടാത്തത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ സംസാരിച്ചത്. എനിക്ക് കുറച്ച് സമാധാനം തരുമോ? ഇവൻ
ഇതെന്ത് പറ്റി? മീരയ്ക്കും കുടുംബത്തിനും ഒരാപത്തും ആവശ്യവും വന്നപ്പോ അത് വെച്ച് വില പേശി സ്വന്തം കാര്യം നേടിയെടുക്കുകയല്ലേ ആദർശ് ചെയ്തത്. മീരയെ ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. നിങ്ങൾ പിരിയുന്ന അന്ന് ഈ വീട് വിട്ട് ഞാനും ഇറങ്ങും. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ മുകളിലൊക്കെ നോക്കി, കാണാത്തോണ്ട ഇങ്ങോട്ട് വന്നത്. നീ ആന്റി പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണോ? അതൊന്നും നീ മനസ്സിൽ കയറ്റണ്ട. പ്രായമായവര് അങ്ങനെ പലതും പറയും. നമുക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ട്ണറിന്റെ കൂടെ ജീവിതം ഷെയർ ചെയ്യുന്നത് എത്ര വലിയ ദുരിതമാണെന്ന് കല്യാണം കഴിക്കാത്ത ആന്റിയോട് വല്ലതും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് മാറ്റാൻ നിന്ന് അവസാനം നിനക്കൊരു വിലയും ഇല്ലാതാവും. അങ്ങനെയല്ല അബി. ആന്റി ഇന്നുവരെ ഒരു കാര്യത്തിലും എന്നോട് ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാ എന്നോട് എതിർക്കുന്നതും ഇങ്ങനെയൊക്കെ പറയുന്നതും. ഇതൊക്കെ ആ മീര പറയിപ്പിക്കുന്നത് ആദർശേ. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അവൾ ആരാ മോളെന്ന് നിനക്കറിയാമോ? നിന്നെ ഒരു രീതിയിലും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവള് ആന്റിയെ ചാക്കിലാക്കി. അതാണ് ആന്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളല്ല സുഭദ്ര ആന്റി. ഒന്നും ആലോചിക്കാതെയും കണക്കൂട്ടലുകൾ നടത്താതെയും ആന്റി ഒരു കാര്യവും പറയില്ല. അതെനിക്ക് ഉറപ്പാ. നിന്റെ ഉറപ്പിനൊന്നും ഒരു ബലവും ഇല്ല ആദർശ്. ആ മീരയ്ക്ക് നന്നായി കൈവശം നൽകാൻ അറിയാം. സത്യം പറഞ്ഞാ നീയും അമ്മയൊക്കെ അതിന്റെ ഇരകൾ തന്നെയാ. നിങ്ങൾക്കൊക്കെ തന്നതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നതാ. ഇനി അവള് വീണ്ടും ഈ പടി ചവിട്ടിയാ നമ്മളൊക്കെ എപ്പോ അവളുടെ അടിമയായെന്ന് ചോദിച്ചാ മതി. അത്തരം അബദ്ധമൊന്നും നീ ഒരിക്കലും ചെയ്യല്ലേ ആദർശേ. ആന്റി പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. ആന്റി നിന്നെ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാ. ഇനി സുഭദ്രാന്റിക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുത്താ പോരെ? ആന്റിക്ക് ഇഷ്ടമുള്ളത് എവിടെയാന്ന് വെച്ചാ അവിടെ പോയി ജീവിക്കട്ടെ. നമ്മൾ വെറുതെ ആന്റിയെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന പോരെ? നീ എന്താ ഒന്നും പറയത്തെ? ഞാനൊന്നും ആലോചിക്കട്ടെ. ആദർശേ, നിന്റെ തീരുമാനം ശരിയായതുകൊണ്ടാ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്. ഇപ്പൊ നിന്റെ മനസ്സിലുള്ള ഈ ആശയക്കുഴപ്പം ആന്റിയിലൂടെ മീര ക്രിയേറ്റ് ചെയ്തതാ. അതിപ്പോ ഞാൻ എത്ര തവണ പറഞ്ഞു, എന്നിട്ട് നിന്റെ തലയിൽ കേറാത്തത് എന്താ? എടാ, ആന്റിയും അമ്മയൊക്കെ പഴയ ആൾക്കാരാ. അവർക്ക് ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമായി സംഭവിക്കുന്നതല്ലേ. നമുക്കൊരു പാർട്ണറെ മാറ്റണമെങ്കിൽ അതൊക്കെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണെന്നും അവർക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ ഒരു ചിന്ത വരും. സത്യം പറഞ്ഞ നാട്ടുകാര് ഒന്നും പറയാൻ പോകുന്നില്ല. അവർക്കൊക്കെ വേറെ പണിയില്ലേ? നിന്റെ മീരയുടെയും കാര്യം നോക്കിയിരിക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കാ സമയം? അതുകൊണ്ട് നീ ഒന്നും ആലോചിച്ച് തല പോയിക്കാൻ നിൽക്കണ്ട. തീരുമാനിച്ചതെല്ലാം വളരെ ശരിയായ കാര്യമാണ്. അതിലിനി ഒരു മാറ്റവും വേണ്ട. കേട്ടല്ലോ? എന്നെ ഇനി വെറുതെ നിന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആകാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
തീരുമാനിച്ചതെല്ലാം വളരെ ശരിയായ കാര്യമാണ്. അതിലിനി ഒരു മാറ്റവും വേണ്ട. കേട്ടല്ലോ? അമ്മേ, ഞാൻ ഇറങ്ങുവാ. നീ ഇതെന്താ പതിവില്ലാതെ പത്രമൊക്കെ വായിക്കുന്നേ? ഇത്രയും ദിവസം വെളിച്ചം പോലും നേരെ ചൊവ്വേ കിട്ടാത്ത സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ? അത്രയും നാള് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അനങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഒരു സ്ഥലത്ത് പെട്ട് കിടക്കുമ്പോഴേ നമ്മൾ എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ലോകത്ത് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ദാ ചായ കുടിക്കേ. ഇപ്പൊ ചായ വേണ്ടായിരുന്നു അമ്മേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് പത്രം കണ്ടപ്പോൾ അതൊന്ന് നോക്കാൻ തോന്നി. എന്തായാലും നീ ഇവിടെ നിന്നില്ലേ, ഇനിയിപ്പൊ ഈ ചായ കുടിച്ചിട്ട് പോവാം. അത്യാവശ്യം പോവേണ്ട സ്ഥലമൊന്നും ഇല്ലല്ലോ. 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അതെവിടെയാ? പറയാം. എന്താ മോനെ? അധോലോക നേതാവ് തൂങ്ങി മരിച്ച നിലയിൽ. എന്താ? അധോലോക നേതാവ് റാണ കിരണിനെ സ്വവസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാഴ്ച മുമ്പ് റാണ കിരണിന്റെ മകൾ എതിർ ഗ്രൂപ്പിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ മനംനൊന്താണ് തന്റെ ആത്മഹത്യയെന്ന് കുറിപ്പിൽ എഴുതി വെച്ചിട്ടാണ് റാണ കിരൺ ജീവിതം അവസാനിപ്പിച്ചത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് അറിയിച്ചു. ആരോ എവിടെയോ മരിച്ചതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അമ്മേ, ഇയാളുടെ ആൾക്കാർ എന്നെ പിടിച്ചോണ്ട് പോയത്. ഇയാൾക്ക് മുംബൈയിലും ബാംഗ്ലൂരിലും പല ബിസിനസ്സുകളും ഉള്ളതാ. എന്നെ തിരിച്ചുവിട്ട സമയത്ത് ഇയാൾ പറഞ്ഞിട്ടാ അവര് 30 ലക്ഷം മാത്രം വാങ്ങിയത്. അപ്പോ മകള് മരിച്ച കാര്യവും പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കാണുന്നു എന്ന് പറഞ്ഞാ എന്നെ വിടുന്ന സമയത്ത് അയാൾ അവിടെ എത്തിയത് എങ്ങനെയാ? നീ എന്താ പറഞ്ഞു വരുന്നത്? അവിടെ വന്ന് നിനക്ക് ക്യാഷ് ഡിസ്കൗണ്ട് തന്നത് ഇയാളുടെ പ്രേതമാണെന്നാണോ? വന്നത് പ്രേതമാണോ ഈശ്വരനാണോ ഇനി അയാൾ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. എല്ലാരും അയാളെ കണ്ടതുമാണ്. കൂടെ 2 ഗുണ്ടകളും ബോഡി ഗാർഡ്സിനെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ മരിച്ച സമയവും അവിടെ വന്ന സമയവും ആലോചിച്ച് നോക്കുമ്പോ ശരിയാവുന്നില്ലല്ലോ. എന്തായാലും അയാൾ മരിച്ചില്ലേ, ഇനി അയാളെ കൊണ്ട് നമുക്ക് ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? മരിക്കുന്നവര് മരിക്കട്ടെ. എന്തായാലും നമ്മളും ഒരു ദിവസം മരിക്കും. അതുവരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ അത് ചെയ്യുക. അതും ശരിയാ. അയാൾക്ക് മരിക്കാനാവും വിധി. അതങ്ങനെ നടന്നു. അമ്മേ, ഞാനൊന്ന് വിദ്യയുടെ വീട് വരെ പോവാ. എനിക്ക് വിദ്യ ഒന്ന് കാണണം. വീട്ടിൽ ചെന്ന് കാണാനോ? അതെ. കുഴപ്പമുണ്ടോ? ആന്റി ഇപ്പോൾ പഴയതുപോലെ അല്ലാന്ന് അമ്മയല്ലേ പറഞ്ഞത്? ധന്യ ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. നിന്നെ കാണാതെ പോയതോടെ വിദ്യയ്ക്ക് വയ്യാതെയായി. ഒരുപാട് അമ്പലത്തിലും ഹോസ്പിറ്റലിലും ഒക്കെ കയറി ഇറങ്ങിയ അവര് വിദ്യ ഒന്ന് ശരിയാക്കിയെടുത്തത്. പിന്നെ മീര ഇടയ്ക്ക് ചെന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് വിദ്യയുടെ ശ്രദ്ധ പതിയെ ഡാൻസിലേക്ക് കൂടി തിരിച്ചു. അങ്ങനെ മീരമോളുടെ ട്രീറ്റ്മെന്റ് കൂടി ആയപ്പോ വിദ്യ പതിയെ പതിയെ പഴയതുപോലെ ആയി തുടങ്ങി. ഇനി മോനെക്കൂടി കാണുന്നതോടെ വിദ്യ പഴയതിനേക്കാളും മിടുക്കിയായിക്കോളും. അതെ, അത് ശരിയാ. വിദ്യക്ക് സത്യത്തിൽ മരുന്നിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. സൂരജ വിദ്യക്കുള്ള മരുന്ന്. സൂരജിനെ കണ്ട അവൾക്ക് ഒത്തിരി സന്തോഷാവും.
അതൊക്കെ ശരിയാ. എന്നാലും സൂരജ് ഇപ്പൊ വിദ്യ അവളുടെ വീട്ടിൽ ചെന്ന് കാണാനാ റെഡിയായി ഇറങ്ങിയത്. വിദ്യക്കിപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ധന്യയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സൂരജിനെ കാണുമ്പോ ധന്യ എങ്ങനെയാവും സംസാരിക്കാന്നും അറിയില്ല. അങ്ങനെ ഒരു സാധ്യതയുള്ളപ്പോ സൂരജ് തനിയെ പോയാൽ ശരിയാവൂ? മീര കൂടി സൂരജിന്റെ ഒപ്പം ചെന്നാ അത് നല്ലതല്ലേ? മീര ഉണ്ടെങ്കിൽ അവര് സൂരജിനെ ഒന്നും പറയില്ല, അത് ഉറപ്പാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. ആന്റി അങ്ങനെയൊക്കെ മാറ്റി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അതെ, എനിക്കും തോന്നുന്നില്ല. സൂരജ് എന്തായാലും പോയിട്ട് വരട്ടെ ബീനാമ്മേ. ഇതുപോലൊരു സാഹചര്യത്തില് സൂരജ് തനിച്ച് വിദ്യയെ കാണാൻ ചെല്ലുന്നതാ നല്ലത്. അവർക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കുകയും ചെയ്യാലോ. ആ ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, പോയിട്ട് വാ. ശരി അമ്മ. മോളറിഞ്ഞോ? അവനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുടെ നേതാവ് തൂങ്ങി മരിച്ചെന്ന്. ദാ ഇയാളാ 30 ലക്ഷം മാത്രം മതിയെന്ന് പറഞ്ഞത്. മുത്തശ്ശൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ അല്പം വൈകി. ഇല്ല ഹരി, ഇപ്പൊ വന്നതേ ഉള്ളൂ. എനിക്ക് ഹരിയോട് മാത്രമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. അതാ ഇവിടെ കാണാന്ന് പറഞ്ഞത്. എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല. ഇത് ഹരി വാങ്ങണം. എന്താ ഇത്? ഇത് 30 ലക്ഷം രൂപയുണ്ട്. ഈ പണം ഹരിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാനിവിടെ വരാൻ പറഞ്ഞത്. ഇതാ. എനിക്കെന്തിനാ ഈ പണം? മുത്തശ്ശന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ല ഹരി, ഇത് എന്റെ പണമല്ല. അന്ന് ആ വിഗ്രഹം കൊടുക്കാൻ വേണ്ടി അവർ അഡ്വാൻസ് ആയി തന്ന കാശാ. ഈ പണത്തിന് വേണ്ടിയാ അവര് സൂരജിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ സൂരജിനെ രക്ഷിച്ചതും അതിനുവേണ്ടി പൈസ സംഘടിപ്പിക്കാൻ കഷ്ടപ്പെട്ടതും എല്ലാം ഹരിയല്ലേ? അപ്പോ ഇത് ഹരിയുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടത്. ഹരിക്കിത് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇല്ല, ഞാനിത് വാങ്ങില്ല. ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് സൂരജിനെ രക്ഷിക്കാനായി. ഇനിയിപ്പോ പണം ആവശ്യവുമില്ല. ഹരി അങ്ങനെ പറയരുത്. പണം ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പലതും ചെയ്യുകയും ചെയ്തവനാ ഞാൻ. പക്ഷേ ഇപ്പൊ ഇതെനിക്കൊരു ശാപമായിട്ടാ തോന്നുന്നത്. ഹരി ഈ പണം വാങ്ങി മീരമോൾക്ക് വേണ്ടിയോ സൂരജിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാ. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കണം. അതിന് ഈ ബാധ്യത എനിക്ക് ഒഴിവാക്കിയേ മതിയാവൂ. ശരി, ഞാനിത് വാങ്ങാം. ആദർശനോട് വാങ്ങിയ പണത്തിൽ 30 ലക്ഷം രൂപ മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഈ പണം കൂടെ കൂട്ടിയാ ആദർശന്റെ പൈസ തിരികെ നൽകാം. അത് ശരിയാ. നമ്മൾ ആദർശന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ പേരില് മോൾക്ക് തല കുനിക്കാൻ ഇടയാകരുത്. അതിന് ഈ പൈസ തിരികെ നൽകുന്നത് തന്നെയാ നല്ലത്. ഏത് വിധേനയും ആ പണം തിരികെ കൊടുക്കണം എന്നായിരുന്നു എന്റെയും തീരുമാനം. മുത്തശ്ശൻ ഈ പണം വേണ്ടാത്ത സ്ഥിതിക്ക് ഇത് തന്നെ അതിന് ഉപയോഗിക്കാം. അതുതന്നെയാകും ഈശ്വരനെയും തീരുമാനം. അതേ ഹരി, അന്ന് ആ പണം വാങ്ങിയത് കൊണ്ടല്ലേ സൂരജിന് അങ്ങനെ ഒരു അവസ്ഥ വന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. സൂരജിന് നല്ലത് പറഞ്ഞു കൊടുത്ത് അവനെ നല്ല വഴിയിൽ നടത്തേണ്ട ഞാൻ തന്നെ അവനെ തെറ്റിന്റെ പാതയിൽ നടക്കാൻ പ്രേരിപ്പിച്ചു. എല്ലാത്തിനും കാരണം പണമാ. ഇനി അതൊന്നും ഓർത്തിട്ടോ വിഷമിച്ചിട്ടോ കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ മീരമോളുടെ അവസ്ഥയാ. വിവാഹം എന്ന ചിന്ത പോലും എന്റെ മോളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവളെ വിവാഹത്തിന് നിർബന്ധിച്ചതും പ്രേരിപ്പിച്ചതും ഞാനാ. എന്നിട്ടിപ്പോ എന്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായില്ലേ? ഹരി വിഷമിക്കാതെ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ മീര. അവളെ ഈശ്വരൻ ശിക്ഷിക്കില്ല.